നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ചതുർത്ഥ സ്കന്ധത്തിലെ ശ്രീകൃഷ്ണാവതാര കഥനം ആണ് വായിച്ചത്. ഇനി വായിക്കുന്നത് ജന്മതത്വ നിരൂപണം ആണ്. അഥ ദ്വിതീയോധ്യായ ജന്മതത്വ നിരൂപണം. സൂത ഉവാച ഏവം പൃഷ്ടപ്രാണജ്ഞോ വ്യാസ സത്യവതി സുത പരീക്ഷിന്ദ സുതം ശാന്തം തതോ വൈ ജനമേജയം. ഇങ്ങനെ ചോദിച്ചപ്പോൾ പുരാണജ്ഞനും സത്യവതി സുതനുമായ വ്യാസൻ പരീക്ഷിത്തിന്റെ പുത്രനും ശാന്തനുമായ ജനമേജയനോട് ഉവാച സംശയച്ഛേതൃവാക്യം വാക്യവിശാരദ. സംശയം തീരുമാറുള്ള മറുപടി പറഞ്ഞു. സംശയം പരിഹരിക്കാൻ സമർത്ഥനാണല്ലോ വ്യാസൻ. വ്യാസ ഉവാച രാജൻ കിമേതദ്വക്തവ്യം കർമ്മണോ ഗഹനാഗതി. രാജാവേ, ഇതിനു ഞാൻ എന്ത് ഉത്തരം പറയാനാണ്? കർമ്മത്തിന്റെ ഗതി ഗഹനം തന്നെ. ദുർജ്ഞേയാ കില ദേവാനാമാനവാനം ച കാകഥ യഥാ സമുത്ഥിതം ചൈതത് ബ്രഹ്മാണ്ഡം ത്രിഗുണാത്മകം. കർമ്മഗതിയെ അറിയാൻ ദേവന്മാർക്കും ആവില്ല. മനുഷ്യന്മാരുടെ കഥ പിന്നെ പറയാനുണ്ടോ? ത്രിഗുണാത്മകമായ ഈ ബ്രഹ്മാണ്ഡം ഉണ്ടായപ്പോൾ തന്നെ കർമ്മണൈവ സമുത്പത്തി സർവേഷാം നാത്ര സംശയ അനാദിനിധനാ ജീവ കർമ്മബീജ സമുദ്ഭവ. അത് കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആദ്യന്തരഹിതമായ ജീവജാലങ്ങളെല്ലാം കർമ്മബീജത്തിൽ നിന്ന് ജനിച്ചവയാണ്. കർമ്മമാണ് സകലത്തിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണമെന്നർത്ഥം. നാനായോനിഷു ജായന്തേ മ്രിയന്തേ ച പുനഃ പുനഃ കർമ്മണാ രഹിതോ ദേഹ സംയോഗോ ന കദാചന. ജീവന് ജനനമോ മരണമോ ഇല്ലെങ്കിലും കർമ്മരൂപമായ ബീജത്തിന്റെ ശക്തി കൊണ്ട് അനേകം യോനികളിൽ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമ്മം ഇല്ലാതായി കഴിഞ്ഞാൽ ജീവന് ശരീരവുമായി ഒരിക്കലും സംബന്ധമുണ്ടാവുന്നില്ല. ശുംഭാശുംഭൈസ്തദാ മിശ്രേ കർമ്മഭിർവേഷ്ടിതദ്വിധം ത്രിവിധാനീഹി ധാന്യാഹുർബുധാസ്തത്വവിധച്ഛയേ. ശുഭാശുഭകർമ്മങ്ങളും മിശ്രകർമ്മങ്ങളും വ്യാപിച്ചതാണ് ഈ ജഗത്ത്. അവ 3 തരത്തിലുണ്ടെന്ന് പണ്ഡിതന്മാരും തത്വചിന്തകന്മാരും പറയുന്നു. സഞ്ചിതാനി ഭവിഷ്യന്തി പ്രാരബ്ധാനി തഥാ പുനഃ വർത്തമാനാനി ദേഹേ അസ്മിൻ ത്രൈവിധ്യം കർമ്മണാം കില. സഞ്ചിതം, പ്രാരബ്ധം, ആഗാമികം എന്നിങ്ങനെ 3 വിധത്തിലുണ്ട് കർമ്മങ്ങൾ. ഈ ശരീരത്തിൽ 3 വിധത്തിലുള്ള കർമ്മങ്ങളുടെയും സമ്മിശ്രണം കാണാം. ബ്രഹ്മാദീനാം ച സർവേഷാം തദ്വശത്വം നരാധിപ സുഖം ദുഃഖം ജരാമൃത്യുർഹർഷശോകാദയസ്തദാ. രാജാവേ, ബ്രഹ്മാവ് തുടങ്ങി സകലരും ഈ കർമ്മത്തിന് അധീനരാണ്. സുഖം, ദുഃഖം, ജരാമൃത്യു, ഹർഷം, ശോകം തുടങ്ങിയവയും കാമക്രോധൗ ച ലോഭശ്ച സർവേ ദേഹഗതാ ഗുണാ ദൈവാധീനാശ്ച സർവേഷാം പ്രഭവന്തി നരാധിപ. കാമക്രോധങ്ങളും ലോഭവും എല്ലാം ദേഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗുണങ്ങളാണ്. പ്രാരബ്ധത്തിന്റെ പ്രേരണ നിമിത്തം അവ തങ്ങളുടെ പ്രഭാവം പ്രകടിപ്പിക്കുന്നു. രാഗദ്വേഷാദയോ ഭാവ സ്വർഗേ അഭിപ്രഭവന്തി ദേവാനാം മാനവാനാം ച തിരശ്ശാം ച തഥാ പുനഃ. സ്വർഗം പോലും രാഗദ്വേഷാദി ഭാവങ്ങളിൽ നിന്ന് വിമുക്തമല്ല. എന്തെന്നാൽ ദേവന്മാരും മനുഷ്യരും തിര്യക്കുകളും എല്ലാം ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വികാരാ സർവ ഏവൈതേ ദേഹേന സഹസംഗത പൂർവവൈരാനുയോഗേന സ്നേഹയോഗേന വൈ പുനഃ. ദേഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് ഈ വികാരങ്ങളെല്ലാം. പൂർവജന്മത്തിലുണ്ടായിരുന്ന വൈരത്തെയും സ്നേഹത്തെയും അനുസരിച്ചാണ് അവയ്ക്ക് ശരീരത്തോടുള്ള ബന്ധം. ഉത്പത്തി സർവജന്തൂനാം വിനാ കർമ്മ ന വിദ്യതേ കർമ്മണ ഭ്രമത്തെ സൂര്യ ശശാങ്കാക്ഷയരോഗവാൻ. കർമ്മം അവശേഷിക്കുന്നില്ലെങ്കിൽ ഒരു ജന്തുവിനും ഉൽപ്പത്തി ഉണ്ടാവുകയില്ല. സൂര്യന്റെ ഭ്രമണവും ക്ഷയരോഗിയായ ചന്ദ്രന്റെ ഭ്രമണവും ഉണ്ടാകുന്നത് കർമ്മബന്ധമായിട്ടാണ്. കപാലീ ച തഥാ രുദ്ര കർമ്മണൈവ ന സംശയ
അനാദിനിധനം ചെയ്തത് കാരണം കർമ്മ വിദ്യത്തെ. കർമ്മം കൊണ്ടു തന്നെയാണ് രുദ്രൻ കപാലിയായത്. സംശയമില്ല, ആദ്യന്തരഹിതമായ ഈ കർമ്മമാണ് സകലത്തിന്റെയും ഉൽപ്പത്തിക്ക് കാരണം. തേനേഹ ശാശ്വതം സർവം ജഗസ്ഥാവരജംഗമം നിത്യാനിത്യ വിചാരേ അത്ര നിമഗ്ന മുനയാ സദാ. അതിനാൽ സ്ഥാവരജംഗമായ സകല ജഗത്തും നിത്യമാണെന്ന വിധം പ്രതിഭാസിക്കുന്നു. മുനിമാരാകട്ടെ ഇത് നിത്യമോ അനിത്യമോ എന്ന ചിന്തയിൽ മുഴുകിക്കഴിയുന്നു. ന ജാനന്തി കേ കിമേതദ്വൈ നിത്യം വാ അനിത്യമേവ ച മായായാം വിദ്യമാനായാം ജഗന്നിത്യം തൃതീയതേ. എന്നിട്ടും ഇത് നിത്യമാണോ അനിത്യമാണോ എന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. എന്തെന്നാൽ മായ നിലനിൽക്കുന്നിടത്തോളം ഇത് നിത്യമാണെന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാര്യാഭാവ കഥം വാച്ച കാരണേ സതി സർവദാ മയാ നിത്യ കാരണം ച സർവേഷാം സർവദാ കില. കാരണമുണ്ടായിരിക്കെ കാര്യമില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? രാജാവേ, മായ നിത്യവും എല്ലാവിധത്തിലും എല്ലാറ്റിലും കാരണവുമാണല്ലോ. കർമ്മബീജം തതോ അനിത്യം ചിന്തനീയം സദാ ബുധേ ഭ്രമത്വേവ ജഗത്സർവം രാജൻ കർമ്മ നിയന്ത്രിതം. അതിനാൽ കർമ്മമാകുന്ന ബീജം അനിത്യമാണെന്ന് ബുദ്ധിയുള്ളവർ വിചാരിക്കണം. കർമ്മനിയന്ത്രിതമായിട്ടാണ് സകല ജഗത്തിന്റെയും ഭ്രമം. എപ്പോഴാണോ സർവപ്രാണികളുടെയും പ്രാരബ്ധം നശിക്കുന്നത് അപ്പോൾ കാരണഭൂതമായ മായയുണ്ടെങ്കിലും കർമ്മമില്ലാത്തതിനാൽ ജനനവും ഉണ്ടാകുന്നില്ല. നാനായോനിഷു രാജേന്ദ്ര നാനാധർമ്മയേഷു ച ഇച്ഛയാ ച ഭവേ ജന്മ വിഷ്ണോരമിത തേജസ. രാജാവേ, നാനാധർമ്മങ്ങളോട് കൂടിയ നാനായോനികളിൽ അമിത തേജസ്യായ വിഷ്ണുവും സ്വേച്ഛാപ്രകാരമാണോ ചെന്നു ജനിക്കുന്നത്? യുഗേ യുഗേഷനേകാസു നീചയോനിഷു തത്കഥം ത്യക്ത്വാ വൈകുണ്ഠ സംവാസം സുഖഭോഗാനേകശ. കർമ്മം നിയന്ത്രിക്കുന്നില്ലെങ്കിൽ വൈകുണ്ഠവാസവും അനേകവിധ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് യുഗം തോറും അദ്ദേഹം അനേകം നീചയോനികളിൽ ചെന്നു ജനിക്കുമോ? വിൺമൂത്രമന്ദിരേ വാസം സംത്രസ്തകോ അഭിവാഞ്ചിതൈ ചിതി പുഷ്പഭാവജയാ ലീലാം ച ജലദ്ഗേളീം സുഖാസനം. മലമൂത്രമായ ഗർഭത്തിൽ കഷ്ടപ്പെട്ട് കഴിയാൻ ആരാഗ്രഹിക്കും? പൂവിറുക്കലും ജലക്രീഡയും സുഖമായ ഇരിപ്പിടവും. त्यक्त्वा गर्भगृहे वासं को अभिवाञ्छति बुद्धिमान् तूलिकां मृदु സംയുക്താം ദിവ്യാം ശയ്യാം നിർമ്മിതാം. ഉപേക്ഷിച്ച് ഗർഭഗൃഹത്തിൽ വസിക്കാൻ ബുദ്ധിയുള്ള ഏതൊരുവനാണ് ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിലെ ഹംസത്തൂവൽ കൊണ്ട് നിർമ്മിച്ച മൃദുവായ ശയ്യ. त्यक्त्वा अधोमुखावासं च को अभिवाञ्छति पण्डिता ഗീതം നൃത്യം ച വാദ്യം ച നാനാഭാവസമന്വിതം. ഉപേക്ഷിച്ച് തലകീഴായി കിടക്കാൻ അറിവുള്ള ആരെങ്കിലും ആഗ്രഹിക്കുമോ? നാനാഭാവങ്ങളോട് ചേർന്ന നൃത്തം, ഗീതം, വാദ്യം എന്നിവ. മുക്ത്വാ കോ നരകേ വാസം മനസാഭി വിചിന്തയേത് സിന്ധുജോദ്ഭൂതഭാവാനാം രസം ത്യക്ത്വാ സുദുസ്ത്യജം. വെടിഞ്ഞിട്ട് നരകത്തിൽ കഴിയാൻ ആരെങ്കിലും മനസ്സിൽ പോലും വിചാരിക്കുമോ? ആഴിമങ്കയുടെ ഉപേക്ഷിക്കാൻ വളരെ പ്രയാസമുള്ള വശ്യമായ ഭാവരസങ്ങളെ ഉപേക്ഷിച്ചിട്ട് വിൺമൂത്രരസപാനം ച ക ഇച്ഛേത് നദിമാൻ നരാം ഗർഭാവാസാത് പരോ നാസ്തി നരകോ ഭുവനത്രയേ. മലമൂത്രരസം പാനം ചെയ്യാൻ ബുദ്ധിയുള്ള ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഗർഭവാസത്തേക്കാൾ ഭയങ്കരമായ വേറൊരു നരകം ഈ മുപ്പാരിലും ഇല്ല. തദ്ഭീതാശ്ച പ്രകുർവദ്ധി മുനയോ ദുസ്തരം തപാ ഹിത്വാ ഭോഗം ച രാജ്യം ച വനേയാന്തി മനസ്വിന. അതിനെ ഭയപ്പെട്ടിട്ടാണ് മുനിമാർ അതികഠിനമായ തപസ് ചെയ്യുന്നത്. ഭോഗവും രാജ്യവും ഉപേക്ഷിച്ച് മനസ്വികൾ അതിനുവേണ്ടി വനത്തിലേക്ക് പോകുന്നു. തദ്ഭീതസ്തു വിമൂഢാത്മാ കസ്തം സേവിതുമിച്ഛതി ഗർഭേ ദുന്ദന്തി ക്രമയോ ജഡരാഗ്നിസ്തപത്യഥ. അത്തരം നരകതുല്യമായ ജന്മത്തെ പ്രാപിക്കാൻ ഏത് ബുദ്ധിശൂന്യെങ്കിലും ആഗ്രഹിക്കുമോ? ശരീരം കുത്തിത്തുളയ്ക്കുന്ന കൃമികൾ അടിയിലായി ജഡരാഗ്നി. ഇതാണ് ഗർഭസ്ഥിതി. വാപാസംവേഷ്ടരം ക്രൂരം കിം സുഖം തത്ര ഭൂപതേ വരം കാരാഗൃഹേ വാസോ ബന്ധനം നികടേർവരം.
വപകൊണ്ട് നേരിയ ചർമ്മം, ശരീരം പൊതിഞ്ഞിരിക്കും. അതാണ് ഭയങ്കരം. ആ ഗർഭത്തിൽ എന്തൊരു സുഖം! രാജാവേ, കാരാഗൃഹത്തിൽ കിടക്കുകയാണ് അതിൽ ഭേദം, ചങ്ങലയിൽ ബന്ധനായി കിടക്കുകയാണ് അതിൽ ഭേദം. അല്പമാത്രം ക്ഷണം നൈവ ഗർഭവാസ ക്വചിച്ഛുഭ, ഗർഭവാസേ മഹത് ദുഃഖം ദശമാസ നിവാസനം. ഗർഭവാസം ക്ഷണനേരത്തേക്കു പോലും സുഖപ്രദമല്ല. 10 മാസത്തെ ഗർഭവാസം അത്യന്തം കഷ്ടവുമാണ്. തഥാ നിസ്സരണേ ദുഃഖം യോനിയന്ത്രേ അതിദാരുണേ, ബാലഭാവേ സദാ ദുഃഖമുഖാജ്ഞാഭാവ സംയുധം. യോനിയന്ത്രത്തിലൂടെ പുറത്തു വരിക അതിനേക്കാൾ കഷ്ടം. ബാലനായിരിക്കുക സദാ ദുഃഖപ്രദമാണ്. ഒന്നും അറിയാനോ പറയാനോ അപ്പോൾ സാധ്യവുമല്ല. ക്ഷുതൃഷ്ണാവേദനാ ശക്ത പരതന്ത്രോ അധികാതര, ശ്രുതിതേ രുതിരേ ബാലേ മാതാ ചിന്താതുരാതതാം. ആ അവസ്ഥയിൽ വിശപ്പും ദാഹവും സഹിക്കാൻ അശക്തനാണ്. പരതന്ത്രനും അത്യധികം ഭയവിഹലനുമാണ്. വിശന്നു കരഞ്ഞാലോ മാതാവിന് ദുഃഖവുമായി. ഭൈഷജം പാതുമിച്ഛന്തി ജ്ഞാത്വാ വ്യാധി വ്യഥാം ദൃഢാം, നാനാവിധാനി ദുഃഖാനി ബാലഭാവേ ഭവന്തി വൈ. മാറാരോഗങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് മാതാവിന്റെ ആഗ്രഹം അനുസരിച്ച് മരുന്ന് കഴിക്കണം. ഇങ്ങനെ നാനാവിധ ദുഃഖങ്ങളാണ് ബാലനായിരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരിക. കിം സുഖം വിബുധാ ദൃഷ്ട്വാ ജന്മാ വാഞ്ചത്തി ചേച്ഛയാം, സംഗ്രാമമരേ സാർദ്ധം സുഖം ത്യാക്ത്വാ നിരന്തരം. എന്തു സുഖം കിട്ടാനാണ് അറിവുള്ളവർ ജന്മം വേണമെന്ന് ആഗ്രഹിക്കുന്നത്? സുഖങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ദേവന്മാരോട് കൂടി നിരന്തര സമരം കർത്തുമിച്ഛേച്ഛ മൂഢാശ്രമദം സുഖനാശനം. സർവദേവ നൃപശ്രേഷ്ഠ സർവേ ബ്രഹ്മാദയസുര. ചെയ്യാൻ ഏതും മൂഢനാണ് ആഗ്രഹിക്കുക. അത് ക്ലേശം ഉണ്ടാക്കുന്നതാണ്, സുഖത്തെ നശിപ്പിക്കുന്നതാണ്. രാജാവേ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരെല്ലാം എല്ലാവിധത്തിലും കർമ്മവിപാകേന പ്രാപ്നുവന്തി സുഖാസുഖേ, അവശ്യമേവ ഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. ദേവൈസ്തീര്യംബിശ്ച ചെയ്ത കർമ്മത്തിന്റെ ഫലമായി സുഖാസുഖങ്ങൾ അനുഭവിക്കുന്നു. ശുഭമായാലും അശുഭമായാലും ചെയ്ത കർമ്മത്തിന്റെ ഫലം ദേഹമെടുത്ത ദേവന്മാർക്കും മനുഷ്യർക്കും തിര്യക്കുകൾക്കും ആവശ്യം അനുഭവിക്കേണ്ടി വരും. തപസാദാന യജ്ഞേശ്ച മാനവശ്ചേന്ദ്രതാമ്രജേത്, ക്ഷീണേ പുണ്യേ അധശക്രോ അഭിപതത്യേവ ന സംശയാം. തപസ്, ദാനം, യജ്ഞം എന്നിവ കൊണ്ട് മനുഷ്യനെ ഇന്ദ്രപദം നേടാം. പിന്നെ പുണ്യം ക്ഷയിക്കുമ്പോൾ ഇന്ദ്രനായാലും താഴേക്ക് വീഴുകയും ചെയ്യാം, മനുഷ്യനായി തീരുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല. രാമാവതാര യോഗേന ദേവാ വാനരതാം ഗദാ, തഥാ കൃഷ്ണ സഹായാർത്ഥം ദേവാ യാദവതാം ഗദാ. രാമാവതാരം ഉണ്ടായതുകൊണ്ട് ദേവന്മാർക്ക് വാനരന്മാരാകേണ്ടി വന്നു. അതുപോലെ കൃഷ്ണനെ സഹായിക്കാനായി ദേവന്മാർക്ക് യാദവരായും ജനിക്കേണ്ടി വന്നു. ഏവം യുഗേ യുഗേ വിഷ്ണുരവതാരാനേകശനകേ കരോതി ധർമ്മരക്ഷാർത്ഥം ബ്രാഹ്മണ പ്രേരിതോ വൃഷം. ഇങ്ങനെ യുഗം തോറും ഭഗവാൻ വിഷ്ണു അനേകം അവതാരങ്ങൾ കൈക്കൊള്ളുന്നു. ധർമ്മം സംരക്ഷിക്കുന്നതിനു വേണ്ടി ബ്രഹ്മാവ് പ്രേരിപ്പിച്ചിട്ടാണ് ഇങ്ങനെ വിഷ്ണു അവതരിക്കുന്നത്. പുനഃ പുനഃ ഹരേരേവം നാനായോനിഷു പാർത്ഥിവ, അവതാര ഭവന്ത്യന്യേ രഥചക്രവദ്ഭുതാം. ഹരിക്ക് ഇങ്ങനെ നാനായോനികളിലായി മറ്റ് അനേകം അവതാരങ്ങൾ വീണ്ടും വീണ്ടും രഥചക്രം കണക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈത്യാനാം ഹനനം കർമ്മ കർത്തവ്യം ഹരിണാ സ്വയം, അംശാശേന പൃഥിവ്യാം വൈ കൃത്വാ ജന്മ മഹാത്മന. അംശത്തിൽ അംശം കൊണ്ട് ഭൂമിയിൽ അവതരിച്ച് മഹാത്മാവായ ഹരി സ്വയം ദൈത്യന്മാരെ നിഗ്രഹിക്കുന്നു. തദഹം ന സംപ്രവക്ഷ്യാമി കൃഷ്ണ ജന്മ കഥാം ശുഭാം, സ ഏവ ഭഗവാൻ വിഷ്ണുരവതീർണോ യദോകുലേ. ഇനി ഞാൻ ആ ശുഭമായ കൃഷ്ണന്റെ ജന്മകഥകളെ പറ്റി പറയാം. ഭഗവാൻ വിഷ്ണു തന്നെയാണ് യദുകുലത്തിൽ അവതരിച്ചത്. കശ്യപസ്യ മുനേരംശോ വസുദേവ പ്രതാപവാൻ, ഗോവൃത്തിരഭദ്രാജൻ പൂർവാശാപനുഭാവതാം. കശ്യപമുനിയുടെ അംശ സംഭവനാണ് പ്രതാപവാനായ വസുദേവൻ.
പണ്ട് കിട്ടിയ ഒരു ശാപം നിമിത്തം അദ്ദേഹത്തിന് പശുപാല വൃത്തി സ്വീകരിക്കേണ്ടി വന്നു. കശ്യപസ്യാച ദ്വേ പത്ന്യൗ ശാപദാത്ര മഹീപതേ അതിഥി സുരസാ ചൈവ മാസതു പൃഥ്വീപതേ. രാജാവെ, കശ്യപന് 2 പത്നിമാരുണ്ടായിരുന്നു, അതിഥിയും സുരസയും. ശാപം മൂലം ഭൂമിയിൽ പിറന്ന അവരാണ് ദേവകി, രോഹിണി, ചോബേ, ഭഗിന്യൗ, ഭരതർഷഭാം. വരുണേന മഹാൻ ശാപോ ദത്ത കോപാതിഥി ശ്രുതം. ദേവകിയും രോഹിണിയും 2 പേരും സഹോദരികളായിരുന്നു. വരുണൻ കോപിച്ച് കശ്യപന് വലിയ ശാപം കൊടുത്തു എന്നാണ് കേട്ടിട്ടുള്ളത്. രാജോവാച കിം കൃതം കശ്യപേനാഗോ ഏന ശപ്തോ മഹാനൃഷി സഭാര്യാസ കഥം ജാതസ്തദ്വദ്സ്വാ മഹാമതേ. ശാപം കിട്ടത്തക്കവണ്ണം മഹാനായ കശ്യപ മഹർഷി ഭാര്യയോടുകൂടി എന്ത് പാപമാണ് ചെയ്തത് എന്ന് പറഞ്ഞാലും കഥം ച ഭഗവാൻ വിഷ്ണു തത്ര ജാതോ അസ്തി ഗോകുലേ വാസി വൈകുണ്ഠ നിലയേ രാമാപതിരഘ. വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവിയോട് കൂടി വസിക്കുന്ന പൂർണ്ണനായ ഭഗവാൻ വിഷ്ണു വൈകുണ്ഠത്തെ അപേക്ഷിച്ച് നികൃഷ്ടമായ ഗോകുലത്തിൽ വന്ന് ജനിക്കാൻ എന്താണ് കാരണം? നിദേശാർക്കസ്യ ഭഗവാൻ വർത്തതേ പ്രഭുരവ്യയ നാരായണ സുരശ്രേഷ്ഠോ യുഗാദി സർവധാരക. അദ്യനും നാശരഹിതനും സർവത്തിന്റെയും ആധാരഭൂതനും പ്രഭുവും സുരശ്രേഷ്ഠനുമായ ഭഗവാൻ നാരായണൻ ആരുടെ ആജ്ഞയനുസരിച്ചാണ് വർത്തിക്കുന്നത്? സകഥം സധനം ത്യക്ത്വാ കർമ്മവാനിവ മാനുഷേ കരോതി ജനനം കസ്മാദത്ര മേ സംശയോ മഹാൻ. ആ വിഷ്ണു തന്റെ വൈകുണ്ഠ നിലയം വിടിഞ്ഞ് മനുഷ്യലോകത്തിൽ കർമ്മം ചെയ്യുന്നതിനെ പോലെ ജനിച്ചത് എന്തുകൊണ്ട്? അതാണ് എൻ്റെ വലിയ സംശയം. പ്രാപ്യമാനുഷദേഹം തു കരോതി ച വിഡംബനം ഭാവനാനാവിധാംസ്തത്ര മാനുഷേ ദുഷ്ടജന്മനി. അദ്ദേഹം മനുഷ്യദേഹം സ്വീകരിച്ച് വഞ്ചനാവൃത്തി ചെയ്യുന്നു. ദുഷിച്ച മനുഷ്യജന്മം സ്വീകരിച്ച് നാനാഭാവങ്ങൾ ഉൾക്കൊള്ളുന്നു. കാമക്രോധോ അമർഷശോകോ വൈരം ത്രദീശകരം ഹിചിത് സുഖം ദുഃഖം ഭയം നൃണാം ധൈന്യമാർജവമേവ ച. കാമം, ക്രോധം, അമർഷം, ശോകം, വൈരം, പ്രീതി, സുഖം, ദുഃഖം, ഭയം, ദൈന്യം, ആർജവം, ദുഷ്കൃതം സുകൃതം ചൈവ വചനം ഹനനം തഥാ പോഷണം ചലനം താപോ വിമർശശ്ച വികസ്തനം. ദുഷ്കൃതം സുകൃതം മൃദുഭാഷണം കൊല പോഷണം ചലനം സന്താപം വിമർശനം ജൽപ്പനം ലോഭോദംബസ്തദാ മോഹ കപട ശോചനം തദാ ഏതേ ജാന്യേ തദാ ഭാവ മാനുഷ്യേ സംഭവന്തി. ലോഭം, ദംഭ്, മോഹം, കാപട്യം, അനുശോചനം ഇവയും അതുപോലെ അന്യഭാവങ്ങളും മനുഷ്യനായാൽ സംഭവിക്കും. സകഥം ഭഗവാൻ വിഷ്ണു ത്യക്ത്വാ സുഖമനശ്വരം കരോതി മാനുഷം ജന്മാ ഭാവേ സ്തൈ ഇരവിദ്രുതം. ഭഗവാൻ വിഷ്ണു അനശ്വരമായ സുഖത്തെ ഉപേക്ഷിച്ച് അതതു ഭാവങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മാനുഷജന്മത്തെ എങ്ങനെ സ്വീകരിച്ചു? കിം സുഖം മാനുഷം പ്രാപ്യ ഭുവി ജന്മ മുനീശ്വര കിം നിമിത്തം ഹരി സാക്ഷാത് ഗർഭവാസം കരോതി വൈ. മുനീശ്വര, ഭൂമിയിൽ മനുഷ്യജന്മം സ്വീകരിച്ചാൽ എന്തു സുഖമാണുള്ളത്? ശ്രീഹരി ഗർഭവാസം വഹിക്കാൻ എന്താണ് യഥാർത്ഥ ഹേതു? ഗർഭദുഃഖം ജന്മദുഃഖം ബാലാഭാവേ തഥാ പുനാം യൗവനെ കാമജം ദുഃഖം ഗാർഹസ്ഥ്യേ അതിമഹത്തരം. ഗർഭവാസം ദുഃഖപ്രദമാണ്, ജന്മവും ദുഃഖപ്രദമാണ്, ബാല്യവും അങ്ങനെ തന്നെ. യൗവനത്തിലോ കാമജന്യമായ ദുഃഖം, ഗാർഹസ്ഥ്യത്തിലേത് അതിഭയങ്കരമായ ദുഃഖം തന്നെ. ദുഃഖാന്യേതാന്യവാപ്നോതി മാനുഷേ ദ്വിജസത്തമ കഥം സ ഭഗവാൻ വിഷ്ണു അവതാരാൻ പുനഃപുനാം. ഹേ ബ്രാഹ്മണോത്തമ, ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന മർത്യജന്മത്തിൽ ആ ഭഗവാൻ വിഷ്ണു എന്തിന് വീണ്ടും വീണ്ടും അവതരിക്കുന്നു? പ്രാപ്യ രാമാവതാരം ഹി ഹരിണാ ബ്രഹ്മയോനിനാം ദുഃഖം മഹത്തരം പ്രാപ്തം വനവാസേ അതിദാരുണേ. ബ്രഹ്മയോനിയായ വിഷ്ണു രാമാവതാരം സ്വീകരിച്ചിട്ട്
ഭയങ്കരമായ വനവാസം മൂലം അതികഠിനമായ ദുഃഖം അനുഭവിച്ചു. സീതാവിരഹജം ദുഃഖം സംഗ്രാമശ്ച പുനഃ പുനഃ കാന്താത്യായ ഗോ അപ്യനേനൈവ മനുഭൂതോ മഹാത്മന. സീതാവിരഹം കൊണ്ടുള്ള ദുഃഖം, വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരുന്നത് കൊണ്ടുള്ള ദുഃഖം, ഇവയെല്ലാം അനുഭവിച്ചു. ഇന്ന് മാത്രമല്ല, ഭാര്യ പരിത്യാഗം മൂലമുള്ള ദുഃഖവും ആ മഹാത്മാവ് അനുഭവിച്ചില്ലേ. തഥാ കൃഷ്ണാവതാരേ അഭി ജന്മരക്ഷാ ഗൃഹേ പുനഃ ഗോകുലേ ഗമനം ചൈവാഘവാം ചാരണ മിത്യുതാം. അതുപോലെ തന്നെ കൃഷ്ണാവതാരത്തിലും കാരാഗ്രഹത്തിലെ ജനനം, ഗോകുലത്തിലേക്കുള്ള ഗമനം, പിന്നെ ഗോപരിപാലനവും, കംസസ്യ ഹനനം കഷ്ടാത് ദ്വാരകാഗമനം പുനാം നാനാ സംസാര ദുഃഖാനി ഭുക്തവാൻ ഭഗവാൻ കഥം. കംസനിഗ്രഹം, കഷ്ടപ്പാടോടെ ദ്വാരകയിലേക്കുള്ള പ്രയാണം, പിന്നെ ഒട്ടനേകം സംസാര ദുഃഖങ്ങൾ, ഇവയെല്ലാം ഭഗവാൻ അനുഭവിച്ചത് എങ്ങനെ? സ്വേച്ഛയാഖ പ്രതീക്ഷേത്ത യുക്തോ ദുഃഖാനി ജ്ഞാനവാൻ സംശയം ചിന്തി സർവജ്ഞ മമ ചിത്ത പ്രശാന്തയെ. ഇത്തരം ദുഃഖങ്ങൾ അറിവുള്ള ആരെങ്കിലും സ്വേച്ഛയാ സ്വീകരിക്കുമോ? ഹേ സർവജ്ഞ, ഈ സംശയം എൻ്റെ മനസ്സന്തോഷത്തിനു വേണ്ടി പരിഹരിച്ചാലും. ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥ സ്കന്ധേ ദ്വിതീയോധ്യായ. ഓം മഹാദേവേ നമഃ.